കാൽക്കുലസിലെ ഷോ ക്വസ്റ്റ്യൻസ് ചെയ്യോ ഇതാ പിടിച്ചോ. കാൽക്കുലസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിലെ ഷോ ക്വസ്റ്റ്യൻസ്. എടാ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ആൻഡ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, കംപ്ലീറ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ധാരണ കിട്ടും ഇന്ന ഏരിയയിൽ നിന്ന് ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഫംഗ്ഷൻസ് മാറ്റി ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കണം. നിങ്ങൾക്കറിയാം ഇപ്പോൾ നമ്മുടെ ഡിഫറൻഷ്യബിലിറ്റിയുടെ കേസിലൊക്കെ ഒരുപാട് ഫംഗ്ഷൻസ് നമുക്ക് മാറി വരാം. നമ്മൾ ചെയ്യുന്നത് റൂട്ട് ഓഫ് സൈൻ എക്സ് ആണെങ്കിൽ ചിലപ്പോൾ എക്സാമിന് ചോദിക്കുക റൂട്ട് ഓഫ് ടാൻ എക്സ് ആയിരിക്കും. പക്ഷെ അവിടെ നമ്മൾ കൺഫ്യൂസ് ആവാൻ പാടുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൂടുതൽ ഫംഗ്ഷൻസ് ഒക്കെ മാറ്റി ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അത്രയും കൂടി ചെയ്തു കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരൊറ്റ മാർക്ക് പോലും മിസ്സാവാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുകയല്ലേ. എടാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് കോസ് ഓഫ് എക്സ് സ്ക്വയർ. കോസ് ഓഫ് എക്സ് സ്ക്വയറിൻ്റെ പ്രത്യേകത എന്താണ്? കോസ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് കോസ് എക്സിൻ്റെയും എക്സ് സ്ക്വയറിൻ്റെയും കോമ്പോസിഷൻ ആണ് അല്ലേ. നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. അതായത് ഞാൻ എഫ് ഓഫ് എക്സ് ആയിട്ട് കോസ് എക്സ് കൺസിഡർ ചെയ്യാണ്, ജി ഓഫ് എക്സ് ആയിട്ട് എക്സ് സ്ക്വയർ കൺസിഡർ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ്? നമുക്ക് നോക്കാം. എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ് അല്ലേ. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ ജി ഓഫ് എക്സ്? എക്സ് സ്ക്വയർ ആണ്. അപ്പം നമ്മൾ ജി ഓഫ് എക്സിന് പകരം എക്സ് സ്ക്വയർ എന്ന് കൊടുക്കും. ഇനി എന്താ എഫ് ഓഫ് എക്സ് സ്ക്വയർ? എടാ എഫ് ഓഫ് എക്സ് കോസ് എക്സ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് സ്ക്വയർ എന്തായിരിക്കും? എക്സിന് പകരം എക്സ് സ്ക്വയർ കൊടുക്കുക. സോ കോസ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് വരും. സോ വാട്ട് ഇസ് എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ്? ഇറ്റ് ഈസ് ഈക്വൽ ടു കോസ് ഓഫ് എക്സ് സ്ക്വയർ. ഇപ്പം നമുക്ക് മനസ്സിലായത് തന്നിട്ടുള്ള ഫംഗ്ഷൻ രണ്ട് ഫംഗ്ഷൻസിൻ്റെ കോമ്പോസിഷൻ ആണ്. അത് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചു. എഫ് ആൻഡ് ജിയുടെ കോമ്പോസിഷൻ ആണ് നമ്മുടെ കോസ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കണ്ടിന്യൂറ്റി ആണ് നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ എങ്ങനെയാണ് പറയുക? എടാ രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൻ്റെ കോമ്പോസിഷൻ എപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കും. ആൻഡ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻസ്, ആദ്യത്തെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ് ആണ്. കോസ് എക്സ് ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ്. എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ്. ദെർഫോർ നമ്മുടെ എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ കോസ് എക്സ് കണ്ടിന്യൂസ് ആണ്. നമ്മൾ എഴുതി. അടുത്തത് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. ആൻഡ് ഇറ്റ് ഈസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ. എല്ലാ പോളിനോമിയൽ ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ് അല്ലേ. ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യണം കേട്ടോ. അറിയാത്തവരാണെങ്കിൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും പോളിനോമിയൽ ഫംഗ്ഷൻസും ഒക്കെ എപ്പോഴും കണ്ടിന്യൂസ് ആണ് കേട്ടോ. സോ ഇവരുടെ കോമ്പോസിഷനിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. സോ പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ സംഗതി കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? കോസ് എക്സിൻ്റെയും എക്സ് സ്ക്വയറിൻ്റെയും കോമ്പോസിഷൻ ആയിട്ടുള്ള കോസ് ഓഫ് എക്സ് സ്ക്വയർ കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റും. കാരണം കോമ്പോസിഷൻ ഓഫ് ടു കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഇസ് കണ്ടിന്യൂസ്. ദെർഫോർ കോസ് ഓഫ് എക്സ് സ്ക്വയർ ഇസ് കണ്ടിന്യൂസ്. ഇതുപോലെ നിങ്ങളോട് മോഡ് ഓഫ് സൈൻ എക്സോ അല്ലെങ്കിൽ കോസ് ഓഫ് മോഡ് എക്സോ ഒക്കെ ചോദിക്കാം. അപ്പോഴൊക്കെ നിങ്ങൾ രണ്ട് ഫംഗ്ഷൻസിൻ്റെ കോമ്പോസിഷൻ ആണ് തന്നിട്ടുള്ള ഫംഗ്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് കോമ്പോസിഷൻ ഓഫ് ടു കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഇസ് ഓൾവേസ് കണ്ടിന്യൂസ്. ദെർഫോർ ദ ഗിവൺ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് എന്ന് എഴുതി വെക്കുക. ഓക്കെ ആണോ? റൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇത് നിങ്ങൾക്ക് മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡിസ്കസ് ദി കണ്ടിന്യൂറ്റി ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 1 ഫോർ എക്സ് ലെസ് ദാൻ 2, 4 ഫോർ എക്സ് ഈക്വൽ ടു 2 ആൻഡ് 2x മൈനസ് 1 ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 2. നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇതിൻ്റെ കണ്ടിന്യൂറ്റിയെ കുറിച്ച്. അപ്പോൾ കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് പല കേസസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? എക്സ് ലെസ് ദാൻ 2, എക്സ് ഈക്വൽ ടു 2, എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറഞ്ഞിട്ടാണ് ഫംഗ്ഷൻ തന്നെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. നമുക്കും ഈ 3 കേസസ് ആയിട്ട് കണ്ടിന്യൂറ്റി ഡിസ്കസ് ചെയ്യാം. അതായത് കേസ് 1 ആയിട്ട് ഞാൻ ഫോർ എക്സ് ലെസ് ദാൻ 2 അല്ലെങ്കിൽ ഫോർ എക്സ് ലെസ് ദാൻ 2 കൺസിഡർ ചെയ്യണം. ആദ്യം എക്സ് ലെസ് ദാൻ 2 അല്ലേ ഫംഗ്ഷനിൽ തന്നിട്ടുള്ളത്. സോ ഞാൻ ആദ്യം എക്സ് ലെസ് ദാൻ 2 എന്ന് പറയുന്ന കേസ് കൺസിഡർ ചെയ്യണം. എക്സ് ലെസ് ദാൻ 2ൽ എന്താ എൻ്റെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്? നമ്മൾ കണ്ടിന്യൂറ്റി ആണ് നോക്കുന്നത് ഫംഗ്ഷൻ്റെ. എക്സ് ലെസ് ദാൻ 2ൽ ഫംഗ്ഷൻ എന്താ? ലെസ് ദാൻ 2ൽ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ മൈനസ് 1 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എഴുതും എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. എന്താ ഈ എക്സ് സ്ക്വയർ മൈനസ് 1ൻ്റെ പ്രത്യേകത? എടാ എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ ആണ് അല്ലേ. അപ്പോൾ ഞാൻ പറയും ദിസ് ഇസ് എ പോളിനോമിയൽ. ഈ പോളിനോമിയൽസിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ പോളിനോമിയൽ ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ്. ദെർഫോർ ഈ ഒരു ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾ എക്സാമിന് ഇതിങ്ങനെ ആരോ ഇട്ടിട്ടൊന്നും എഴുതരുത്. ഈ പറയുന്ന കാര്യങ്ങളൊന്ന് സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതി വെക്കുക കേട്ടോ. എഴുതാൻ മടിയൊന്നും കാണിക്കരുത്. ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ആരോ ഒക്കെ ഇട്ട് പറയുന്നതേ ഉള്ളൂ. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ എക്സ് സ്ക്വയർ മൈനസ് 1 ഇസ് എ പോളിനോമിയൽ. ഓൾ പോളിനോമിയൽ ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ്. ദെർഫോർ എഫ് ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് കേസ് ആണ്. ദാറ്റ് ഈസ് ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 2. നമുക്ക് ഈക്വൽ ടു 2ലേക്ക് അവസാനം വരാം. ഗ്രേറ്റർ ദാൻ 2 നമ്മൾ ചെക്ക് ചെയ്യണം. എഗെയിൻ
ഗ്രേറ്റർ ദാൻ 2ൽ ഫംഗ്ഷൻ എന്താടാ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x - 1 ആണ്. ആൻഡ് ഈ 2x - 1ന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ എ പോളിനോമിയൽ ആൻഡ് നമ്മൾ പറഞ്ഞു എല്ലാ പോളിനോമിയൽ ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ്. Therefore 2x - 1ഉം കണ്ടിന്യൂസ് ആണ്. ചുരുക്കി പറഞ്ഞാൽ എക്സ് ലെസ് ദാൻ 2ലും എക്സ് ഗ്രേറ്റർ ദാൻ 2ലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനിയാണ് നമ്മുടെ മേജർ പോയിന്റ് കിടക്കുന്നത്, എക്സ് ഈക്വൽ ടു 2. ഇങ്ങനെ സ്പ്ലിറ്റ് വരുന്ന ഫംഗ്ഷൻസിൻ്റെ കണ്ടിന്യൂറ്റി നിങ്ങളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഈ സ്പ്ലിറ്റ് വരുന്ന പോയിന്റ് ഇല്ലേ, ഇപ്പോൾ 2ലാണല്ലേ സ്പ്ലിറ്റ് വരുന്നത്, 2ൻ്റെ ലെഫ്റ്റിലൊരു ഫംഗ്ഷൻ റൈറ്റിലൊരു ഫംഗ്ഷൻ 2ൽ മറ്റൊരു ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ ഈ ഒരു സ്പ്ലിറ്റ് വരുന്ന ആ ഒരു പോയിന്റ് 2 തന്നെ ആയിരിക്കും. ഡിസ്കണ്ടിന്യൂസ് ആവുകയാണെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് ആവാനുള്ള ചാൻസ്, ഡിസ്കണ്ടിന്യൂസ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഡിസ്കണ്ടിന്യൂറ്റിക്കുള്ള ചാൻസ് ആ 2ലാണ് കിടക്കുന്നത്. നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ തേർഡ് കേസ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 2 ആണ്. എക്സ് ഈക്വൽ ടു 2ൽ നമ്മൾ ഡയറക്റ്റ്ലി ഫംഗ്ഷൻ എടുക്കുകയല്ല ചെയ്യേണ്ടത്, ലിമിറ്റും ഫംഗ്ഷൻ വാല്യൂവും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. കാരണം എക്സ് ഈക്വൽ ടു 2ൻ്റെ കേസിൽ ലെഫ്റ്റിലൊരു ഫംഗ്ഷനാണ് റൈറ്റിൽ മറ്റൊരു ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കാണണം. നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 മൈനസ് ലെഫ്റ്റ് ലിമിറ്റ് കാണാം അല്ലേ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് എടുക്കാം. ആൻഡ് വാട്ട് ഈസ് എഫ് ഓഫ് എക്സ്? 2 മൈനസ് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 2, അതായത് എക്സ് സ്ക്വയർ മൈനസ് 1 ആണ് നമ്മൾ ഫംഗ്ഷൻ ആയിട്ട് എടുക്കേണ്ടത്. സോ ഇവിടെ ഞാൻ എഴുതുന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2 ആണ്. എക്സ് സ്ക്വയർ മൈനസ് 2 തന്നെ അല്ലേടാ, എക്സ് സ്ക്വയർ മൈനസ് 1 ആണ് അല്ലേ. യെസ്, അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 1 ആണ് എൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യണം? ലിമിറ്റ് അപ്ലൈ ചെയ്യണം. 2 എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മൾ ലിമിറ്റ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എക്സിന് പകരം 2 കൊടുത്താൽ 2 സ്ക്വയർ മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ആണ് എൻ്റെ ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ ഞാൻ റൈറ്റ് ലിമിറ്റ് ചെക്ക് ചെയ്യാണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 പ്ലസ് 2ൻ്റെ റൈറ്റിലെ ഫംഗ്ഷൻ അവിടെ എഴുതണം. 2 പ്ലസ് എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 2 പോയിന്റ്സ് ആണ്. ഗ്രേറ്റർ ദാൻ 2ൽ ഫംഗ്ഷൻ 2x - 1 ആണ്. അപ്പോൾ ഞാൻ ഇവിടെ എഴുതേണ്ടത് 2x - 1 ആണ്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു എക്സിന് പകരം 2 എന്ന് കൊടുത്താൽ 2 × 2 4 - 1 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 3. അപ്പോൾ മനസ്സിലായ കാര്യം, ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണെന്നാണ്. വിച്ച് മീൻസ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താ ലിമിറ്റ്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ കാണുന്ന 3 ആണ്. കാരണം ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഒക്കെ 3 ആണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ എന്താടാ? എക്സ് ഈക്വൽ ടു 2ൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 എഫ് ഓഫ് എക്സും എഫ് ഓഫ് 2ഉം ഈക്വൽ ആവണം. അപ്പം നമ്മൾ ഇനി എഫ് ഓഫ് 2 നോക്കുകയാണ്, അതായത് ഫംഗ്ഷൻ വാല്യൂ. 2ൽ എന്താ ഫംഗ്ഷൻ വാല്യൂ നോക്കിക്കേ, 4 എന്നാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അല്ലേ. 2ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഫംഗ്ഷൻ വാല്യൂ 4 ആണ്. എന്ന് വെച്ചാൽ വാട്ട് ഈസ് എഫ് ഓഫ് 2? എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 4 ആണ്. ചുരുക്കി പറഞ്ഞാൽ ലിമിറ്റ് 3 ആണ്, ഫംഗ്ഷൻ വാല്യൂ 4 ആണ്. പാളി, ലിമിറ്റും ഫംഗ്ഷൻ വാല്യൂവും ഡിഫറെൻ്റ് ആണെങ്കിൽ കണ്ടിന്യൂസ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 എഫ് ഓഫ് എക്സ് ഇസ്, അയ്യോ 2 ഇവിടെയാണല്ലോ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 എഫ് ഓഫ് എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് 2. Therefore എഫ് ഓഫ് എക്സ് ഇസ് ഡിസ്കണ്ടിന്യൂസ്. എന്താടാ പറയുക? എഫ് ഓഫ് എക്സ് ഇസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 2. അപ്പോൾ ഇവിടെ ആക്ച്വലി ഈ ഒരു ഫംഗ്ഷൻ്റെ ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 2 മാത്രമാണ്. കാരണം ലെസ് ദാൻ 2ലും ഗ്രേറ്റർ ദാൻ 2ലും ഒക്കെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഈക്വൽ ടു 2 ചെക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ ലെഫ്റ്റിലും റൈറ്റിലും ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് ആണെങ്കിൽ എന്തായാലും അവിടെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ചെക്ക് ചെയ്യുക, നമ്മുടെ ഫംഗ്ഷൻ വാല്യൂ ചെക്ക് ചെയ്യുക. അതിലെന്തെങ്കിലും പൊരുത്തക്കേട് വരുന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ ഇസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് ദാറ്റ് പോയിന്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. Find the value of k if f of x is equal to kx plus 1 if x less than or equal to pi and cos x if x greater than pi at x equal to pi. അയ്യോ, is continuous at x equal to pi എന്നാട്ടോ. is continuous. So find the value of k if f of x is equal to this function is continuous at x equal to pi. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ x equal to pi യിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് k യുടെ വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. നിങ്ങൾ ആദ്യം നോട്ട് ചെയ്യേണ്ട കാര്യം, എക്സ് ഈക്വൽ ടു പൈയിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ഈ പൈയിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കും. അതായത് അറ്റ് എക്സ് ഈക്വൽ ടു പൈ നമുക്ക് പറയാൻ പറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. നമ്മൾ നമ്മുടെ പ്രോപ്പർ കണ്ടിന്യൂറ്റി ഡെഫിനേഷനിലേക്ക് ഒന്നും പോകുന്നില്ല, മനസ്സിലാക്കുക. പൈ എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും അവിടെ ഈക്വൽ ആയിരിക്കും. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? എന്താ നമ്മുടെ ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറയുന്നത്? ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു
പൈ മൈനസ് അല്ലേ, കാരണം പൈ എന്ന് പറയുന്ന പോയിന്റ് ആണ്. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് എടുക്കുമ്പോൾ പൈ മൈനസ് എന്ന് വരും. ഇതേപോലെ റൈറ്റ് ലിമിറ്റിന് പകരം നമ്മൾ എന്ത് എഴുതും? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പൈ പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതും. ഇനി വാട്ട് ഇസ് എഫ് ഓഫ് എക്സ്? പൈ മൈനസിന്റെ കേസിൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ പൈയുടെ എഫ് ഓഫ് എക്സ് ആണ് അല്ലേ, അതായത് പൈ മൈനസ് എന്ന് പറഞ്ഞാൽ പൈയുടെ ലെഫ്റ്റിലുള്ള പോയിന്റ്സ് ആണ് എന്ന് വെച്ചാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈയിൽ എഫ് ഓഫ് എക്സ് എഴുതുക, ദാറ്റ് ഇസ് കെ എക്സ് പ്ലസ് 1. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പൈ മൈനസ് കെ എക്സ് പ്ലസ് 1 എന്ന് എഴുതും. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പൈ പ്ലസ്, വേഗം പറ എന്തായിരിക്കും ഫംഗ്ഷൻ വരിക? പൈ പ്ലസ് എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ പൈയിലെ ഫംഗ്ഷൻ ആണ് എഴുതേണ്ടത്. ഗ്രേറ്റർ ദാൻ പൈയിലെ ഫംഗ്ഷൻ കോസ് എക്സ് ആണ്. അപ്പം നമ്മളിവിടെ കോസ് എക്സ് എന്ന് കൊടുക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ് ഫൈൻഡ് ചെയ്യാം. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പൈ മൈനസ് കെ എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സിന് പകരം പൈ എന്ന് കൊടുത്താൽ മതി അല്ലെ, ലിമിറ്റ് കാണാൻ വേണ്ടി. പോളിനോമിയല്ല, ജസ്റ്റ് എക്സിന് പകരം പൈ കൊടുത്താൽ മതി. സോ നമുക്ക് എന്താ കിട്ടുക? പൈ കെ പ്ലസ് 1 എന്ന് കിട്ടും. റൈറ്റ് സൈഡിലോ കോസ് എക്സ് ആണ്, അവിടെ നമ്മൾ എക്സിന് പകരം പൈ കൊടുത്താൽ കോസ് പൈ എന്നാണ് കിട്ടുക. ആൻഡ് കോസ് പൈ എന്ന് പറഞ്ഞാൽ എന്താടാ? -1 ആണ്. ചുരുക്കി പറഞ്ഞാൽ പൈ കെ പ്ലസ് 1 ഇസ് ഈക്വൽ ടു -1 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ കെ ഇൻറ്റു പൈ അല്ലെങ്കിൽ പൈ ഇൻറ്റു കെ എന്തായിരിക്കും? പൈ ഇൻറ്റു കെ എന്ന് പറയുന്നത് -1 ആയിരിക്കും, ദാറ്റ് ഈസ് -2. അതായത് ഈ 1 നമ്മൾ റൈറ്റിലോട്ട് എടുക്കുമ്പോൾ -1 -2 എന്ന് കിട്ടും. എടാ കെ ഇൻറ്റു പൈ -2 ആണെങ്കിൽ വാട്ട് വിൽ ബി ദി വാല്യൂ ഓഫ് കെ? -2 ബൈ പൈ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് -2 ബൈ പൈ ആയിരിക്കും. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെയും ചോദിക്കാം. ഞാൻ സൊല്യൂഷൻ എഴുതി വെച്ചിട്ടുണ്ട്, പറഞ്ഞു തരാം. എടാ ഇവിടെ ഫൈൻഡ് ദി വാല്യൂസ് ഓഫ് എ ആൻഡ് ബി സോ ദാറ്റ് ദ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ കെയുടെ മാത്രം വാല്യൂ ചോദിച്ചു, ഇപ്പോൾ എ ബി എന്ന് പറഞ്ഞിട്ട് 2 കോൺസ്റ്റൻസിന്റെ വാല്യൂ ചോദിച്ചു. ഫംഗ്ഷനും പ്രത്യേകതയുണ്ട്. നേരത്തെ ജസ്റ്റ് 2 പീസായിട്ടാണ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്, ഇവിടെ 3 പീസായിട്ടാണ് ഫംഗ്ഷൻ കിടക്കുന്നത്. So f of x നോക്കിക്കോളൂ. 5 if x less than or equal to 2, ax plus b if 2 less than x less than 10 and 21 if x greater than or equal to 10. അതായത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ റിയൽ ലൈനിൽ 2ഉം 10ഉം ഒന്ന് മാർക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2ൽ ഫംഗ്ഷൻ എന്താണ്? 5 ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2ന്റെ ലെഫ്റ്റിലുള്ള പോയിന്റ്സ് ആണ്. ഇവിടെ ഫംഗ്ഷൻ 5 ആണ്. ഇനി 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10 എന്ന് പറഞ്ഞാൽ 2ന്റെയും 10ന്റെയും ഇടയിൽ വരുന്ന പോയിന്റ്സ് അല്ലേ, അവിടെ ഫംഗ്ഷൻ ax പ്ലസ് ബി ആണ്. അപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കേണ്ടത് ax പ്ലസ് ബി ആണ്. ഇനി അടുത്തത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10ൽ ഫംഗ്ഷൻ 21 ആണ്. എന്ന് വെച്ചാൽ ഗ്രേറ്റർ ദാൻ 10 എന്ന് പറഞ്ഞാൽ 10 കഴിഞ്ഞിട്ടുള്ള പോയിന്റ്സ് ആണ്, അവിടെ ഫംഗ്ഷൻ 21 ആണ്. സോ ആദ്യം നമ്മൾ ഫംഗ്ഷനെ ഒന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ 2ലും 10ലും ഒക്കെ കണ്ടിന്യൂസ് ആയിരിക്കും. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ, കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ഡിഫൈൻ ചെയ്തിട്ടുള്ള എല്ലാ പോയിന്റ്സിലും കണ്ടിന്യൂസ് ആണെന്നല്ലേ. സോ ദിസ് ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് അറ്റ് 2 and 10. 2ഉം 10ഉം നമ്മൾ എന്തിനാണ് എടുത്തത്? നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ 2 പോയിന്റ്സിൽ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത അതേ സംഗതികൾ ചെയ്യും. അതായത് ആദ്യം നമ്മൾ എഫ് ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 2 എന്ന് കൺസിഡർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ 2ൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കും. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ 2ന്റെ ലെഫ്റ്റിലുള്ള ഫംഗ്ഷൻ ആണ്, ദാറ്റ് ഇസ് ഈക്വൽ ടു 5. റൈറ്റ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ 2ന്റെ റൈറ്റിലുള്ള ഫംഗ്ഷൻ ആണ്, ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു ax പ്ലസ് ബി. ഫംഗ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലിമിറ്റ് കാണണം. സോ ലെഫ്റ്റിൽ 5 ആണ്, 5ന്റെ ലിമിറ്റ് എപ്പോഴും 5 ആണ്, കോൺസ്റ്റന്റിന്റെ ലിമിറ്റ് കോൺസ്റ്റന്റ് തന്നെയാണ്. ഇനി റൈറ്റ് സൈഡിൽ എക്സിന് പകരം നമ്മൾ 2 എന്ന് കൊടുത്താൽ 2a പ്ലസ് ബി എന്ന് കിട്ടും. 5 ഇസ് ഈക്വൽ ടു 2a പ്ലസ് ബി എന്നാണ് നമുക്ക് ആദ്യം കിട്ടുന്ന ഇക്വേഷൻ. അതിനെ നമ്മൾ 1 എന്ന് മാർക്ക് ചെയ്യും. നമുക്കിവിടെ 2 വാല്യൂസ് ഫൈൻഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരൊറ്റ ഇക്വേഷൻ വെച്ച് നടക്കില്ല. നമ്മൾ എന്ത് ചെയ്യും? 10ൽ ഇതേപോലെ കണ്ടിന്യൂറ്റി വെച്ച് വാല്യൂ ഫൈൻഡ് ചെയ്യും. അതായത് എഫ് ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 10. Therefore, limit extends to 10 minus f of x is equal to limit extends to 10 plus f of x. f of x ന് പകരം നമ്മൾ ax plus b കൊടുക്കുന്നു. കാരണം 10ന്റെ ലെഫ്റ്റിൽ ഫംഗ്ഷൻ ax plus b ആണ്, റൈറ്റിലോ 21 ആണ്. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ ഫംഗ്ഷൻ 21 എന്ന് കൊടുക്കുന്നു. ഇനി ലിമിറ്റ് കൊടുത്താൽ 10a plus b equal to 21 എന്ന് കിട്ടും. 2 ഇക്വേഷൻസ് നമുക്ക് കിട്ടി. 1, 2 എന്ന് പറഞ്ഞ് നമ്മൾ മാർക്ക് ചെയ്തു. 10a plus b equal to 21ഉം 2a plus b equal to 5ഉം. നമ്മൾ ചെയ്യുന്നത് സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് ചെയ്യാണ്. സോ 10a മൈനസ് 2a 8a എന്ന് കിട്ടും. b മൈനസ് b 0 എന്ന് വരും. 21 മൈനസ് 5 16 എന്ന് വരും. 8a 16 ആണെങ്കിൽ എയുടെ വാല്യൂ 16/8 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആയിരിക്കും. a കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ ഏത് ഇക്വേഷനിലും നിങ്ങൾക്ക് എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ബിയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ സെക്കൻഡ് ഇക്വേഷൻ കുറച്ചുകൂടി ചെറുതായതുകൊണ്ട് നമ്മൾ b ഈക്വൽ ടു 5 മൈനസ് 2a എന്നെടുത്ത് ബിയുടെ വാല്യൂ ഫൈൻഡ് ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇങ്ങനെ
ഒന്നോ രണ്ടോ ചിലപ്പോൾ കെയുടെ വാല്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ എയുടെയും ബിയുടെയും വാല്യൂ റിലേഷൻഷിപ്പ് ഒക്കെ ആയിരിക്കാം. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഇക്വേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇത് ഫൈൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഐഡന്റിഫൈ ദ ഫോളോയിങ് ഫംഗ്ഷൻ സൈൻ എക്സ്, മോഡ് ഓഫ് സൈൻ എക്സ്, സൈൻ ഓഫ് മോഡ് എക്സ്, കോസ് എക്സ്. എടാ ഈ ഫംഗ്ഷൻ മോഡ് ഓഫ് സൈൻ എക്സിൻ്റെ ഫംഗ്ഷനാണ്. അതായത് നമ്മുടെ ശരിക്കുള്ള സൈൻ എക്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ താഴോട്ട് വരികയാണെങ്കിൽ മോഡ് എടുക്കുമ്പോൾ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. സോ ഈ താഴെയുള്ള പീസിനെ നമ്മൾ മുകളിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്നതാണ് ഈ കാണുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദി ഫംഗ്ഷൻ ഓഫ് മോഡ് ഓഫ് സൈൻ എക്സ്. ഇനി ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഫംഗ്ഷൻ തന്നിട്ട് കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരികയാണെങ്കിൽ ജസ്റ്റ് കുറച്ച് വാല്യൂസ് ഇട്ട് നിങ്ങൾ ചെക്ക് ചെയ്താലും മതി കേട്ടോ. അങ്ങനെ ചെക്ക് ചെയ്താലും നിങ്ങൾക്ക് മനസ്സിലാവും ആരുടെ ഫംഗ്ഷനാണ് എന്ന കാര്യം. അതായത് മോഡ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൺസിഡർ ചെയ്തിട്ട് അവിടെ എക്സ് വാല്യൂസ് നിങ്ങൾ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. കറസ്പോണ്ടിങ് നിങ്ങൾക്ക് കിട്ടുന്ന വൈ വാല്യൂ വെച്ച് ഫംഗ്ഷൻ കറക്റ്റ് ആണോ അങ്ങനെ മാച്ച് ചെയ്ത് നോക്കിയാലും മതി. എനിവേസ് ഇത് ആരുടെ ഫംഗ്ഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞത്? ഇത് മോഡ് ഓഫ് സൈൻ എക്സിൻ്റെ ഫംഗ്ഷനാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഇസ് ദി എബവ് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ വൈ? എടാ ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല. കാരണം എന്താണ്? ഈ ഫംഗ്ഷൻ്റെ ഈ കാണുന്ന പോയിന്റ്സ് ഇല്ലേ, -π, 0, π, 2π, ഈ പോയിന്റ്സിലൊക്കെ ഫംഗ്ഷന് ഷാർപ്പ് പോയിന്റുകളാണ്, കസ്പുകളാണ്. സോ ഫംഗ്ഷൻ ഹാസ് ഷാർപ്പ് പോയിന്റ്സ് അറ്റ് -π, 0, π, 2π, etc. Therefore, function is not differentiable at ഏതൊക്കെ പോയിന്റ്സിലാണ്? at x is equal to nπ എന്ന് നമുക്ക് ജനറൽ ആയിട്ട് പറയാം. കാരണം പൈയുടെ മൾട്ടിപ്പിൾസ് ആണ്. പൈയും 2πയും -πയും 0യും ഒക്കെ പൈയുടെ മൾട്ടിപ്പിൾസ് ആണ്. സോ nπ where n belong to z എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താണ്? ഇറ്റ് ഹാസ് ഷാർപ്പ് പോയിന്റ്സ്. അപ്പോൾ ഈ പറയുന്ന വാല്യൂസിലൊക്കെ ഷാർപ്പ് പോയിന്റ്സ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ദ ഗിവൺ ഫംഗ്ഷൻ ഇസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് ദോസ് പോയിന്റ്സ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഗ്രാഫ് വെച്ച് ഡിഫറൻഷ്യബിലിറ്റി ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ഷാർപ്പ് പോയിന്റുകൾ, കസ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? ദ ഗ്രാഫ് ഇസ് നോട്ട് ദ ഫംഗ്ഷൻ ഇസ് നോട്ട് ഡിഫറൻഷ്യബിൾ എന്ന് പറയാൻ പറ്റും. അടുത്ത എന്താണ്? ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഓഫ് x² + 5. കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് ആണ്. സൈൻ ഓഫ് x² + 5 എന്ന് പറഞ്ഞാൽ സൈനിൻ്റെ ഉള്ളിൽ x² + 5 അല്ലേ. എക്സിന് പകരം നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ചെയിൻ റൂൾ ആണ്. ആദ്യം നമ്മൾ പുറമേയുള്ള ഫംഗ്ഷൻ കൺസിഡർ ചെയ്യും. എന്താ പുറമേയുള്ള ഫംഗ്ഷൻ? സൈൻ ആണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? സൈനിൻ്റെ ഡെറിവേറ്റീവ് എടുക്കും. വാട്ട് ഈസ് ദി ഡെറിവേറ്റീവ് ഓഫ് സൈൻ? കോസ് ആണ്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. അപ്പോൾ ഇവിടെ സൈൻ ഓഫ് x² + 5ൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? കോസ് ഓഫ് x² + 5. പക്ഷെ കഴിഞ്ഞിട്ടില്ല. ചെയിൻ റൂൾ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റെപ്പ് കൂടി എക്സ്ട്രാ ചെയ്യാനുണ്ട്. ജസ്റ്റ് കോസ് ഓഫ് x² + 5 എന്ന് എഴുതിയാൽ പോരാ. എന്തുകൂടി ചെയ്യണം? ഉള്ളിൽ കിടക്കുന്ന x² + 5ൻ്റെ ഡെറിവേറ്റീവ് കൂടി എടുക്കണം. എന്താ x²ൻ്റെ ഡെറിവേറ്റീവ്? 2x ആണ്. 5ൻ്റെത് 0 ആണ്. ചുരുക്കി പറഞ്ഞാൽ ഇൻറ്റു 2x എന്ന് കൊടുത്ത ആൻസറായി. സോ പുറമേയുള്ള ആളുടെ ഡെറിവേറ്റീവ് എടുക്കുന്നു, ഇൻറ്റു ഉള്ളിലുള്ള ആളുടെ ഡെറിവേറ്റീവ് കൊടുത്താൽ നമ്മുടെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവായി. ഇതേ ചെയിൻ റൂൾ നിങ്ങൾക്ക് 3 ഫംഗ്ഷൻസിൻ്റെ കോമ്പോസിഷൻ ആയിട്ടും ചോദിക്കാം. നോക്കിക്കേ, സീക്ക് ഓഫ് ടാൻ ഓഫ് റൂട്ട് എക്സ്. ആദ്യം ഏറ്റവും പുറമേ നിന്ന് തുടങ്ങുകയാണെങ്കിൽ സീക്ക് ഓഫ് സംതിങ് ആണ്. സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? സീക്ക് എക്സ് ടാൻ എക്സ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ സീക്ക് ഓഫ് എക്സിന് വരെ നമ്മൾ എന്താ എഴുതേണ്ടത്? സീക്കിൻ്റെ ഉള്ളിൽ എന്താണോ അത് എഴുതണം. സോ ഇവിടെ ടാൻ ഓഫ് റൂട്ട് എക്സ് ആണ്. അപ്പം നമ്മൾ സീക്ക് ഓഫ് ടാൻ ഓഫ് റൂട്ട് എക്സ് ഇൻറ്റു ടാൻ ഓഫ് റൂട്ട് എക്സ് എന്ന് എഴുതണം. അതായത് പുറമേ ഉള്ളത് സീക്ക് ആണ്. സീക്കിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ് ആണ്. പക്ഷെ ഇവിടെ എക്സിന് പകരം ടാൻ ഓഫ് റൂട്ട് എക്സ് ആയതുകൊണ്ട് നമ്മൾ സീക്ക് ഓഫ് ടാൻ ഓഫ് റൂട്ട് എക്സ് ഇൻറ്റു ടാൻ ഓഫ് റൂട്ട് എക്സ് എന്ന് എഴുതി. കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മൾ ഓരോ ഫംഗ്ഷൻ ഉള്ളിലേക്ക് എടുക്കണം. അതായത് പിന്നെ വരുന്ന ഫംഗ്ഷൻ ടാൻ ആണ്. ടാനിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? സീക്ക് സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? സീക്ക് സ്ക്വയർ ഇൻറ്റു എക്സിന് പകരം ഇവിടെയുള്ളത് റൂട്ട് എക്സ് ആണ്. അപ്പോൾ നമ്മൾ സീക്ക് സ്ക്വയർ റൂട്ട് എക്സ് എന്ന് കൊടുക്കും. എന്നിട്ടും കഴിഞ്ഞിട്ടില്ല. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് കൂടി എഴുതാനുണ്ട്. വാട്ട് ഈസ് ദി ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ്? 1/2 റൂട്ട് എക്സ് ആണ്. സോ നമ്മുടെ ആൻസർ വരിക ഇത്രയുമാണ്. അതായത് സീക്ക് ഓഫ് ടാൻ ഓഫ് റൂട്ട് എക്സ് ഇൻറ്റു ടാൻ ഓഫ് റൂട്ട് എക്സ് ഇൻറ്റു സീക്ക് സ്ക്വയർ റൂട്ട് എക്സ് ഇൻറ്റു 1/2 റൂട്ട് എക്സ്. അടുത്ത ക്വസ്റ്റനിലേക്ക് കിടക്കാം. 2x + 3y = sin y ആണെങ്കിൽ dy/dx ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ എക്സ് ആൻഡ് വൈ മിക്സ്ഡ് ആയിട്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഫോമിൽ തന്നിട്ട് dy/dx ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ ആണല്ലേ. നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ലെഫ്റ്റും റൈറ്റും ഡിഫറൻഷിയേറ്റ് ചെയ്ത് അങ്ങ് തുടങ്ങുക. ആദ്യം 2xൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2 ആണ്. പ്ലസ് 3yയുടെ ഡെറിവേറ്റീവ് എന്താണ്? ദയവ് ചെയ്ത് 3 എന്ന് എഴുതി വെക്കരുത്. വൈയുടെ ഡെറിവേറ്റീവ് dy/dx ആണ്. അപ്പം നമ്മുടെ ഡെറിവേറ്റീവ് എന്താടാ? 3 × dy/dx ആണ്. റൈറ്റ് സൈഡിൽ സൈൻ വൈ ആണ്.
അവിടെയും നിങ്ങൾ ഡെറിവേറ്റീവ് എഴുതുമ്പോൾ വെറുതെ കോസ് വൈ എന്ന് എഴുതിയാൽ പോരാ, ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് എഴുതണം, ദാറ്റ് ഈസ് ഡി വൈ ബൈ ഡി എക്സ്. ഇതാണ് നിങ്ങൾ ഇംപ്ലിസിറ്റിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവിടെ സൈൻ എക്സ് ആയിരുന്നെങ്കിൽ നിങ്ങൾ ഒറ്റയടിക്ക് കോസ് എക്സ് എന്ന് എഴുതി നിർത്തിക്കോ. പക്ഷേ സൈൻ വൈ ആയതുകൊണ്ട് കോസ് വൈ എന്ന് എഴുതുന്ന കൂടെ വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് കൂടി എഴുതണം, മറക്കരുത്. ഇനി നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ടേംസിനെ ഒന്നിച്ച് വെക്കാം. സോ 3 dy by dx minus cos y dy by dx എന്ന് വരും അല്ലേ. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഞാൻ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. സോ ഞാൻ ഡി വൈ ബൈ ഡി എക്സ് ടേംസിനെ ഒന്നിച്ചു വെച്ചു. ഇനി എനിക്ക് എന്ത് ചെയ്യാം, ഡി വൈ ബൈ ഡി എക്സിനെ കോമൺ ആയിട്ട് എടുക്കാം. സോ ഡി വൈ ബൈ ഡി എക്സ് കോമൺ ആയിട്ട് എടുത്താൽ ഫസ്റ്റ് ടേമിൽ 3 ഉണ്ട്, സെക്കൻഡ് ടേമിൽ മൈനസ് കോസ് വൈ ഉണ്ട്, റൈറ്റ് സൈഡിൽ നമ്മുടെ 2. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ഡി വൈ ബൈ ഡി എക്സ്? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു -2/3 മൈനസ് കോസ് വൈ. വേണമെങ്കിൽ നമുക്ക് നെഗറ്റീവ് കൊണ്ട് താഴെയും മുകളിലും മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് എങ്ങനെയും എഴുതാം, 2/cos y -3 എന്നും എഴുതാം. സോ ഇതാണ് നമ്മുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ലെഫ്റ്റും റൈറ്റും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, ഡി വൈ ബൈ ഡി എക്സ് ടേംസിനെ കളക്ട് ചെയ്യുന്നു, അവസാനം ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറയുന്ന ഫോമാറ്റിലേക്ക് നമ്മൾ മാറ്റുന്നു. ഇതേപോലെ ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷനിൽ പല ക്വസ്റ്റൻസ് ചോദിക്കാറുണ്ട്. നോക്കിയേ, ഒരു പോളിനോമിയൽ ഫോമിലാണ് x² + xy + y² = 100 ആണെങ്കിൽ വാട്ട് ഈസ് ഡി വൈ ബൈ ഡി എക്സ്? പറഞ്ഞ പോലെ തന്നെ ലെഫ്റ്റും റൈറ്റും ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമ്മൾ തുടങ്ങുകയാണ്. ആദ്യം x² ഡെറിവേറ്റീവ് 2x ആണ്. ഞാൻ ഈ വൈറ്റ് പാർട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് x × y ഡെറിവേറ്റീവ് ആണ്. കാരണം x × y എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. സോ x × dy by dx + 1 × y എന്ന് വരും. അഗെയിൻ y² ഡെറിവേറ്റീവ് ആണ് 2y dy by dx is equal to 100 ഡെറിവേറ്റീവ് 0 ആണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, 2x പ്ലസ്, ഞാൻ ഈ y ആദ്യം എഴുതുന്നുണ്ട് കാരണം നമുക്ക് dy by dx ടേംസ് ഒന്നിച്ച് എഴുതാൻ വേണ്ടിയിട്ട്. സോ 2x + y + x dy by dx + 2y dy by dx is equal to 0. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, x + 2y dy by dx, അതായത് ഈ രണ്ട് ടേംസിലാണ് dy by dx വരുന്നത്. dy by dx നെ ഞാൻ കോമൺ എടുത്താൽ x + 2y × dy by dx എന്ന് വരും. റൈറ്റ് സൈഡിലോട്ട് ആരെ കൊണ്ടുപോകും, dy by dx ഇല്ലാത്ത ടേംസ്, അതായത് 2x + y, അത് റൈറ്റിലോട്ട് പോകുമ്പോൾ -2x + y ആയി. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി dy by dx? കൂടെയുള്ള ഈ ക്വാണ്ടിറ്റി നമ്മൾ റൈറ്റിലോട്ട് എടുക്കുമ്പോൾ -2x + y by x + 2y എന്ന് വരും. dy by dx കിട്ടി. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്ത് പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ, എക്സും വൈയും എന്താണ്, a cos ക്യൂബ് തീറ്റയും a sin ക്യൂബ് തീറ്റയും ആണ്. ചോദിച്ചിട്ടുള്ളത് dy by dx ആണ്. നമ്മൾ എങ്ങനെയാ ചെയ്യുക, എടാ എക്സും വൈയും തീറ്റയുടെ ടേമിലാണ്. അപ്പോൾ dy by dx ചോദിച്ചാൽ dy by dθ ഡിവൈഡഡ് ബൈ dx by dθ ചെയ്യണം. എങ്ങനെയാ ചെയ്യുക, ആദ്യം y എന്താണ്, y എന്ന് പറയുന്നത് a sin ക്യൂബ് തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ dy by dθ എന്തായിരിക്കും, dy by dθ എന്ന് പറഞ്ഞാൽ a × sin ക്യൂബ് തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താടാ, സംതിങ് ക്യൂബ് എന്ന് പറയുമ്പോൾ 3x², അതായത് x³ ഡെറിവേറ്റീവ് 3x² അല്ലേ. അതേപോലെ സൈൻ ക്യൂബ് തീറ്റ എന്ന് പറയുമ്പോൾ 3 × sin² തീറ്റ എന്ന് വരും. നമ്മൾ സൈൻ 3x² എന്ന് പറയുന്ന പോലെ ഇവിടെ എക്സിന് പകരം സൈൻ തീറ്റ ആയിട്ട് ആലോചിക്കാം. സോ 3 × sin² തീറ്റ എന്ന് വരും. കഴിഞ്ഞിട്ടില്ല, സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താണ്, കോസ് തീറ്റയാണ്, അതുകൂടി എഴുതണം. യെസ്, അപ്പോൾ 3 sin² തീറ്റ × കോസ് തീറ്റ എന്ന് വരും. അടുത്തത് വാട്ട് ഈസ് dx by dθ? ഇറ്റ് ഈസ് ഈക്വൽ ടു a cos ക്യൂബ് തീറ്റയുടെ ഡെറിവേറ്റീവ് ആണ്, ദാറ്റ് ഈസ് a × cos ക്യൂബ് തീറ്റ. വീണ്ടും എന്ത് വരും, 3x² എന്ന് പറയുന്ന പോലെ 3 cos² തീറ്റ എന്ന് പറയാം. കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് -sin തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി dy by dx? dy by dx is equal to, നമുക്ക് എന്ത് പറയാൻ പറ്റും, dy by dθയ്ക്ക് പകരം 3 × a × sin² തീറ്റ cos തീറ്റ എന്ന് വരും. സിമിലർലി dx by dθയ്ക്ക് പകരം 3a × cos² തീറ്റ sin തീറ്റ എന്ന് വരും. ആൻഡ് പുറത്തൊരു നെഗറ്റീവ് സൈൻ കൂടിയുണ്ട്. നമുക്കിവിടെ ആരെയൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ, നമുക്കിവിടെ 3a ക്യാൻസൽ ചെയ്യാൻ പറ്റും, ഒരു സൈൻ തീറ്റയും ക്യാൻസൽ ചെയ്യാൻ പറ്റും, ഒരു കോസ് തീറ്റയും ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഒരു നെഗറ്റീവ് സൈൻ ബാക്കിയുണ്ട്, പിന്നെ ഒരു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ബാക്കിയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ -tan തീറ്റ ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഇങ്ങനെ എക്സും വൈയും ഒരു തേർഡ് വേരിയബിൾ ടി അല്ലെങ്കിൽ തീറ്റയുടെ ടേമിൽ വരികയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് പാരാമെട്രിക് ഡിഫറൻസിയേഷൻ ആണ്. ആൻഡ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് dy by dθ by dx by dθ ആണ്. ഇതേപോലെ നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നായിരുന്നു, അവിടെ ടി ആയിരുന്നു അല്ലേ. നമ്മൾ എന്താ ചെയ്യേണ്ടത്, dy by dx is equal to dy by dt by dx by dt, കാരണം എക്സും വൈയും ടിയുടെ ടേമിലാണ്. ആദ്യം വാട്ട് ഇസ് y? a × 1 + cos t ആണ്. അപ്പോൾ dy by dt എന്തായിരിക്കും, a × 1 ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്, cos t യുടെ ഡെറിവേറ്റീവ് -sin t ആണ്. സോ dy by dt is equal to -a sin t എന്ന് പറയാം. ഇതുപോലെ നമ്മൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് കണ്ടു. എക്സ് a × d - sin t ആണ്, ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ a ×
ടിയുടെ ഡെറിവേറ്റീവ് 1 ആണ്, സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി ആണ്. പക്ഷേ ഇവിടെ നമ്മൾ dy/dx എഴുതാൻ വേണ്ടിയിട്ട് dy/dt-യും dx/dt-യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ വരുന്നത് -sin t/1 - cos t ആണ്. പക്ഷെ അവിടെ വെച്ച് നമ്മൾ നിർത്തുകയല്ല ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ടെക്സ്റ്റിൽ എക്സാമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ കൺക്ലൂഡ് ചെയ്യുക എങ്ങനെയാണ്? സൈൻ ടിക്ക് പകരം നമ്മൾ മൈനസ് ഓൾറെഡി ഇവിടെ ഉള്ളതാണ്. സൈൻ ടിക്ക് പകരം നമ്മൾ 2sin t/2 cos t/2 എന്ന് കൊടുക്കും. sin 2 തീറ്റ 2sin തീറ്റ cos തീറ്റയാണ്. അതുകൊണ്ട് തന്നെ സൈൻ ടിയെ നമുക്ക് എന്ത് പറയാം? 2sin t/2 cos t/2 എന്ന് പറയാം. സിമിലർലി താഴെയുള്ളത് 1 - cos t ആണ്. വാട്ട് ഈസ് 1 - cos 2 തീറ്റ? 2 sin സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 sin സ്ക്വയർ ടി ആയതുകൊണ്ട് ടിയുടെ ഹാഫ് t/2 എന്ന് കൊടുക്കാം. എടാ 2 തീറ്റ ആകുമ്പോൾ തീറ്റ എന്ന് വെച്ചാൽ 2 തീറ്റയുടെ ഹാഫ്. അതേപോലെ ഇവിടെ ടി ആകുമ്പോൾ ടിയുടെ ഹാഫ് 2 sin സ്ക്വയർ t/2. എഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം? 2 ക്യാൻസൽ ചെയ്യാൻ പറ്റും. പിന്നെ ആരൊക്കെയാണ് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുക? 2 ക്യാൻസൽ ചെയ്യാം. ഒരു sin t/2 താഴെയുള്ള ഒരു sin t/2 ക്യാൻസൽ ചെയ്യാം. ബാക്കി വരുന്നത് cos t/2 sin t/2 ആണ്. എന്ന് വെച്ചാൽ മൈനസും കൂടി വരുന്നതുകൊണ്ട് -cot t/2 എന്ന് വരും. ഇതാണ് ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്ത് പഠിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ തന്നെ പ്രൊഡക്റ്റ് റൂളൊക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും. t × cos t അങ്ങനെയുള്ള ടേംസ് ഒക്കെ വരാം. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടേ t × cos t ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ. സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൂടി ചെയ്ത് പഠിക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. y = cos ഇൻവേഴ്സ് ഓഫ് √x ആണെങ്കിൽ വാട്ട് ഈസ് dy/dx? എടാ cos ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? cos ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ കാണേണ്ടത് dy/dx ആണ്. -1/√(1 - x²) ആണ്. പക്ഷേ ഇവിടെ എക്സിന് പകരം √x ആണ്. അപ്പോൾ നമ്മൾ 1 - x² എന്നല്ല പറയുക, √x² എന്നാണ് പറയുക. കഴിഞ്ഞിട്ടില്ല, √xൻ്റെ ഡെറിവേറ്റീവ് കൂടി എടുക്കണം. അതായത് സിംപ്ലി നമ്മുടെ ചെയിൻ റൂൾ ആണ്. √xൻ്റെ ഡെറിവേറ്റീവ് 1/2 √x ആണ്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു -1/√(1 - √x² എന്ന് പറഞ്ഞാൽ x ആണ് ഇൻറ്റു 1/2 √x എന്ന് വരും. ഇതാണ് നമ്മുടെ ഡെറിവേറ്റീവ്. അപ്പോൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൽ ഇതേപോലെ എക്സിന് പകരം √x 3x x² ഒക്കെ വന്നാൽ ചെയിൻ റൂൾ വെച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോ. y = sin ഇൻവേഴ്സ് ഓഫ് 2x/1 + x². സൈൻ ഇൻവേഴ്സിൻ്റെ ഉള്ളിൽ സിമ്പിൾ ഫംഗ്ഷൻ അല്ല, 2x/1 + x² ആണ്. ഇങ്ങനെ കുറച്ച് വലിയ ഫംഗ്ഷൻസ് വന്നാൽ നമ്മുടെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയിലൊക്കെ സിംപ്ലിഫൈ ചെയ്യുന്ന പോലെ ഇവിടെയും സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ഡെറിവേറ്റീവ് കാണാറുള്ളത് അല്ലേ? അതായത് ഇവിടെ നമ്മൾ ചെയ്യാറുള്ളത് x = tan θ എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. എന്ന് വെച്ചാൽ 2x/1 + x² എന്തായിട്ട് മാറും? ഇറ്റ് ഈസ് ഈക്വൽ ടു 2 tan θ ഡിവൈഡഡ് ബൈ 1 + tan square θ. And what is 2 tan θ/1 + tan square θ? sin 2 θ ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു sin 2 θ എന്ന് ഞാൻ എഴുതും. ഇതൊക്കെ നമ്മൾ പഠിച്ച ഐഡന്റിറ്റീസ് ആണ് അല്ലേ ട്രിഗ്നോമെട്രിയിൽ. സോ 2x/1 + x² sin 2 θ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷൻ എന്താണ്? y = sin ഇൻവേഴ്സ് ഓഫ് 2x/1 + x² ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു sin ഇൻവേഴ്സ് ഓഫ് 2x/1 + x² എന്ന് പറയുന്നത് നമ്മൾ sin 2 θ എന്ന് കൊടുക്കുന്നു. സൈൻ ഇൻവേഴ്സും സൈനും ക്യാൻസൽ ആയി നമുക്ക് 2 θ എന്ന് കിട്ടും. പക്ഷേ വാട്ട് ഈസ് 2 θ? എടാ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ടാൻ തീറ്റ ആണെങ്കിൽ തീറ്റ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ്. നമുക്ക് കാണേണ്ടത് dy/dx അല്ലേ? അപ്പോൾ നമ്മൾ എക്സിൻ്റെ ടേമിലേക്ക് തന്നെ മാറ്റും തീറ്റേനെ. തീറ്റ നമ്മൾ കൊണ്ടുവന്ന ആളാണ് അല്ലേ? x = tan തീറ്റ ആണെങ്കിൽ തീറ്റ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ്. അപ്പോൾ ആക്ച്വലി ഈ 2 θ എന്ന് പറഞ്ഞാൽ 2 × tan ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി dy/dx? dy/dx എന്ന് പറഞ്ഞാൽ 2 × tan ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ്. ദാറ്റ് ഈസ് 2 × tan ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താടാ? 1/1 + x² എന്ന് വെച്ചാൽ 2/1 + x² ആണ് നമ്മുടെ ഡെറിവേറ്റീവ്. ഇതുപോലെ cos ഇൻവേഴ്സ് ഓഫ് 1 - x²/1 + x² അല്ലെങ്കിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് 2x × √(1 - x². ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. സിമിലർ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കാറുള്ളത്. ആ ക്വസ്റ്റ്യൻസ് കൂടി ചെയ്ത് പഠിക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. y = x⁻x + x⁻sin x ആണെങ്കിൽ dy/dx എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എടാ ഇവിടെ രണ്ട് ഫംഗ്ഷൻസും ഫംഗ്ഷൻ്റെ പവർ മറ്റൊരു ഫംഗ്ഷൻ ആവുന്ന രീതിയിലാണ് അല്ലേ? x⁻x ഉം x⁻sin x ഉം ആ ഒരു ഫോമാറ്റിലാണ്. ഞാൻ ആദ്യം ചെയ്യുന്നത് ഇവർക്ക് നെയിം ചെയ്യാണ് u v എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, കാരണം സം റൂൾ വെച്ച് എനിക്ക് ഓരോരുത്തരുടെയും ഡെറിവേറ്റീവ് എടുത്ത് സം എടുക്കണം. അപ്പോൾ y എന്ന് പറയുന്നത് u + v ആണെങ്കിൽ എന്തായിരിക്കും y' എന്ന് പറയുന്നത് u' + v' ആയിരിക്കും. അപ്പം ഞാൻ u' ഉം v' ഉം കാണാൻ പോവാണ്. അതിനുവേണ്ടി ആദ്യം ഞാൻ x⁻x ആണല്ലോ എൻ്റെ u, അതിൽ ഞാൻ തുടങ്ങുകയാണ്. u = x⁻x. ചിലപ്പോൾ ഫംഗ്ഷൻ നിങ്ങൾക്ക് ഇത് മാത്രമായിരിക്കും എക്സാമിന് ചോദിക്കുക. മോഡൽ എക്സാമിന് x⁻x മാത്രമാണ് ചോദിച്ചത്. അപ്പോൾ y = x⁻x ഇതേ സംഗതികൾ ചെയ്യാം.
ഇവിടെ രണ്ട് ഫംഗ്ഷൻസ് ഉള്ളതുകൊണ്ട് ഞാൻ യു വി എന്ന് പറഞ്ഞ് അവർക്ക് നെയിം ചെയ്തു. യു എക്സ് റൈസ് ടു എക്സ് ആണെങ്കിൽ നമ്മളിവിടെ ചെയ്യേണ്ടത് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ആണ്. ആദ്യം നമ്മൾ ലോഗ് അപ്ലൈ ചെയ്യണം. ഫംഗ്ഷൻ്റെ പവർ മറ്റൊരു ഫംഗ്ഷൻ ആണെങ്കിൽ ആദ്യം നമ്മൾ ലോഗ് അപ്ലൈ ചെയ്യണം. സോ ലോഗ് യു ഇസ് ഈക്വൽ ടു ലോഗ് ഓഫ് എക്സ് റൈസ് ടു എക്സ് എന്ന് വരും. ഇനി ലോഗ് ഓഫ് എക്സ് റൈസ് ടു എക്സ് എന്താണ്? എക്സ് എന്ന് പറയുന്ന പവറിനെ പിടിച്ച് മുന്നോട്ടിടുക. സോ ഇറ്റ് ഇസ് എക്സ് ഇൻറ്റു ലോഗ് എക്സ്. ലോഗിൻ്റെ പ്രോപ്പർട്ടിയാണ്, പവർ ആയിട്ട് വരുന്ന ആൾക്കാരെ നമുക്ക് പിടിച്ച് മുന്നോട്ടിടാം. സോ എക്സ് ഇൻറ്റു ലോഗ് എക്സ് എന്ന് വരും. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കണം. ലോഗ് യുടെ ഡെറിവേറ്റീവ്, അതായത് ലെഫ്റ്റും റൈറ്റും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ലോഗ് യുവിൻ്റെ ഡെറിവേറ്റീവ് 1/u ഇൻറ്റു യുടെ ഡെറിവേറ്റീവ് എന്താടാ? du/dx ആണ്. റൈറ്റ് സൈഡിൽ എക്സ് ഇൻറ്റു ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ്. അതായത് എക്സ് ഇൻറ്റു പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക അല്ലേ. എക്സ് ഇൻറ്റു ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x പ്ലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ് ഇൻറ്റു ലോഗ് എക്സ് എന്ന് വരും. സോ നമുക്ക് എന്ത് കിട്ടി? ദിസ് ഇസ് ഈക്വൽ ടു എക്സും 1/x ക്യാൻസൽ ചെയ്താൽ 1 പ്ലസ് ലോഗ് എക്സ് എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും du/dx എന്ന് പറയുന്നത്? യു അപ്പുറത്തേക്ക് പോകണം അല്ലേ. സോ യു ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ് എന്ന് വരും. ആൻഡ് യുവിൽ നിർത്തരുത്. എന്താ യു? എക്സ് റൈസ് ടു എക്സ് ആണ്. അപ്പോൾ നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? ദിസ് ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ്. ഇതേപോലെ നമ്മൾ വി ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു സൈൻ എക്സ് ചെയ്യണം. സോ നമ്മൾ എങ്ങനെയാണ് തുടങ്ങുക? വി ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു സൈൻ എക്സ് ആണെങ്കിൽ ആദ്യം നമ്മൾ ലെഫ്റ്റും റൈറ്റും ലോഗ് അപ്ലൈ ചെയ്യും. സോ ലോഗ് വി ഇസ് ഈക്വൽ ടു ലോഗ് ഓഫ് എക്സ് റൈസ് ടു സൈൻ എക്സ് എന്ന് കിട്ടും. ആൻഡ് വാട്ട് ഇസ് ഇറ്റ്? പവറിനെ പിടിച്ച് മുന്നോട്ടിട്ട സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സ് എന്ന് കിട്ടും. ആൻഡ് ഇനി നമ്മൾ എന്താ ചെയ്യുക? പവറിനെ പിടിച്ച് മുന്നോട്ടിട്ട് അതൊരു ഭംഗിയുള്ള ഫോം ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും. ആദ്യം ലോഗ് വിയുടെ ഡെറിവേറ്റീവ് 1/v ഇൻറ്റു വിയുടെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള dy/dx. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ഇൻറ്റു ലോഗ് എക്സ്. പ്രൊഡക്റ്റ് റൂൾ ആണ് അല്ലേ. ആൻഡ് ഫ്രം ദിസ് dv/dx ഇസ് ഈക്വൽ ടു വി നമ്മൾ റൈറ്റിലോട്ട് എടുക്കുന്നു. സോ വി ഇൻറ്റു സൈൻ എക്സ് ബൈ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് എന്ന് വരും. എഗെയിൻ വിയിൽ നിർത്തരുത്. വിക്ക് പകരം എക്സ് റേസ് ടു സൈൻ എക്സ് കൊടുക്കുക. സോ ദിസ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു സൈൻ എക്സ് ഇൻറ്റു ദിസ് ക്വാണ്ടിറ്റി. നമുക്കിപ്പോൾ കിട്ടിയത് du/dxും dv/dxും ആണ്. നമുക്ക് വേണ്ടത് എന്താടാ? y ഡാഷ് ആണ്. ആൻഡ് വാട്ട് ഇസ് y ഡാഷ്? നമ്മൾ പറഞ്ഞു u ഡാഷ് പ്ലസ് v ഡാഷ് ആണ്. യു ഡാഷും വി ഡാഷും നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ y ഡാഷ് അല്ലെങ്കിൽ dy/dx എന്തായിരിക്കും? ഈ കിട്ടിയ രണ്ട് ഫംഗ്ഷൻസിൻ്റെ സം ആയിരിക്കും. എന്ന് വെച്ചാൽ എക്സ് റേസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ് പ്ലസ് എക്സ് റേസ് ടു സൈൻ എക്സ് ഇൻറ്റു എന്തായിരുന്നു ഫംഗ്ഷൻ? എക്സ് റേസ് ടു സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് ബൈ എക്സ് പ്ലസ് കോസ് എക്സ് ലോഗ് എക്സ്. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. അപ്പോൾ ഈ രീതിയിൽ ഫംഗ്ഷൻ്റെ പവർ മറ്റൊരു ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ വെച്ചിട്ടാണ് പ്രോബ്ലംസ് ചെയ്യുക. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഫംഗ്ഷൻസ് മാറി മാറി വരാം. എക്സ് റേസ് ടു സൈൻ എക്സിന് പകരം എക്സ് റേസ് ടു കോസ് എക്സ് ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. മാത്സ് ആണ്, നമുക്ക് അങ്ങനെ കാണാണ്ട് പഠിച്ചിട്ടൊന്നും പോകാൻ പറ്റില്ല. പക്ഷേ പാറ്റേൺ മനസ്സിലാക്കാം. നിങ്ങളൊക്കെ ബുദ്ധിയുള്ള കുട്ടികൾ തന്നെയാണ്. നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ ഫംഗ്ഷൻ ചെറുതായിട്ടൊന്ന് മാറിയാലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കാര്യം മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാനൊക്കെ പറ്റും. സോ യെസ്, അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററായിട്ട് റിലേറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു സോ മച്ച്. ആൻഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെന്താ, നമുക്കിനി ബാക്കി ചാപ്റ്റേഴ്സിൻ്റെ ഷോ ക്വസ്റ്റ്യൻസും ലൈവും ഒക്കെ ആയിട്ട് കാണാം. മാത്സ് നമ്മൾ അടിച്ച് വിളിക്കും. അപ്പോൾ ഓക്കെടാ, താങ്ക് യു സോ മച്ച്.